ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ പര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. പ്രിയ കുടുംബാംഗങ്ങളെ, ഞാനിപ്പോൾ ഈ ഒരു കാലാംശത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വരാനൊരു കാരണം, ഞങ്ങളുടെ ആധ്യാത്മികം കുടുംബം എന്ന യൂട്യൂബ് ചാനലിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് എൻ്റെ നിരവധി പ്രഭാഷണങ്ങൾ കണ്ടവരിൽ പലർക്കും ഉണ്ടായ ഒരു സംശയം. ആ സംശയം ഇപ്രകാരമാണ്. എന്താണെന്ന് വെച്ചാൽ, അയ്യപ്പനും മണികണ്ഠനും ശാസ്താവും ഇത് ഒരേ ആൾ തന്നെയാണോ, അല്ല വ്യത്യസ്തമുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ പല പ്രഭാഷണങ്ങളിലും ഇത് വേറെ വേറെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവരെടുത്ത് ചോദിക്കാനുള്ള കാരണവും. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശാസ്താവ് ഒരാളാണ്, മണികണ്ഠൻ ഒരാളാണ്, അയ്യപ്പൻ മറ്റൊരാളാണ്. ഇത് മൂന്നാളെയും കൂടാതെ വേറൊരു കഥാപാത്രങ്ങളുണ്ട്, ആര്യൻ കേരളൻ എന്ന് പറയുന്നത്. ഈ 4 കഥാപാത്രങ്ങളെയും നമ്മളെല്ലാം തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എല്ലാം ഒരാൾ തന്നെയാണെന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഈ 4 പേരും 4 കാലഘട്ടത്തിലായി ജീവിച്ച ഇവിടുത്തെ പ്രതിഭകളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാം ഒന്നാണ് എന്നുള്ളത്. എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഹരിയും ഹരനും ക്രീഡിച്ച് അതിലൊരു പുത്രൻ ഉണ്ടാകുന്നതാണ് ശാസ്താവ്. ഇതാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത്. ഇത് അയ്യപ്പനല്ല എന്ന് മനസ്സിലാക്കണം. ഇത് നടക്കുന്നത് ത്രേതായുഗത്തിലാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. സത്യയുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ, ത്രേതായുഗത്തിന്റെ ആരംഭ കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഹരിയും ഹരനും ക്രീഡിച്ച് അതിലൊരു പുത്രനുണ്ടാകുന്നതാണ് ശാസ്താവ് എന്നുള്ളത്. ഈ ശാസ്താവിന്റെ കഥ അല്ലെങ്കിൽ ശാസ്താവ് ഉണ്ടാകുന്നത് എന്നുള്ളത് നിരവധി പുരാണ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. സ്കന്ദ പുരാണത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്, ഭാഗവതത്തിലൊക്കെ അതിനെക്കുറിച്ച് ഒന്ന് ഓടിച്ചു പോകുന്നുണ്ട്. എന്നാലും ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ശാസ്താവാണ് ഹരിയും ഹരനും ക്രീഡിച്ചുണ്ടാകുന്നത്, അയ്യപ്പനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മളെല്ലാം അത് 1-2 മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ശാസ്താവ് നിരവധി അവതാരം എടുത്തിട്ടുണ്ട്. നമ്മൾക്കറിയാം, മഹാവിഷ്ണു നിരവധി അവതാരം എടുത്തു. ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും മോഹിനിയായിട്ടും ഒക്കെ അവതാരം എടുത്തായിട്ട് നമ്മൾക്കറിയാം. പക്ഷെ അതെല്ലാം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അതുപോലെ ഹരിയും ഹരനും ക്രീഡിച്ച് അതിലുണ്ടായ ശാസ്താവ് കൈലാസത്തിലാണ് വാഴുന്നത് എന്നൊക്കെ നമുക്കറിയാം. നമ്മളത് കഥകളൊക്കെ കേട്ടതാണ്. പക്ഷെ അത് അയ്യപ്പനല്ല, മണികണ്ഠനല്ല, ആര്യൻ കേരളനല്ല. ആ ശാസ്താവ് അവതാരമെടുത്തതിലെ ആദ്യത്തെ അവതാരമാണ് മണികണ്ഠന്റെ അവതാരം. ആ അവതാരം എടുക്കുന്നത് ശാസ്താവ് നേരിട്ടാണ് അവതാരം എടുക്കുന്നത്. മഹാവിഷ്ണു നേരിട്ട് അവതാരം എടുത്ത നിരവധി അവതാരങ്ങളുണ്ട്. മത്സ്യം മഹാവിഷ്ണു നേരിട്ടെടുത്തതാണ്. കൂർമ്മം, വരാഹം, നരസിംഹം. വാമനനല്ല. വാമനൻ അതിഥി എന്ന് പറയുന്ന മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും ഉത്ഭവിച്ചു വന്നതാണ്. മഹാവിഷ്ണു അതിഥിയുടെ ഗർഭപാത്രത്തിൽ വന്നത്. പരശുരാമനുമല്ല, ശ്രീരാമനുമല്ല, ശ്രീകൃഷ്ണനുമല്ല. അപ്പോൾ മോഹിനി എന്ന് പറയുന്നതും മഹാവിഷ്ണുവിൻ്റെ ഡയറക്റ്റ് അവതാരമാണ്. അതുപോലെ ഈ ശാസ്താവിൻ്റെ ഡയറക്റ്റ് അവതാരമാണ് മണികണ്ഠൻ. ഈ മണികണ്ഠൻ അവതാരം എടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? മഹിഷി എന്ന് പറയുന്ന ആസുരിക ശക്തി തപസ് ചെയ്ത് നേടിയ ഒരു വരം. അതെന്താണ്? ഹരനും ഹരയും ക്രീഡിച്ച് അതിലുണ്ടാകുന്ന പുത്രൻ 12 വർഷക്കാലം മനുഷ്യന് സേവ ചെയ്ത് സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റുകയുള്ളൂ എന്നാണ് വരം. അപ്പൊ ആ ദുഷ്ടശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവാരാണ് ഹരിയും ഹരനും ക്രീഡിച്ചുണ്ടായതാണ്. അപ്പൊ ആ ഇത് തന്നെ ഡയറക്റ്റ് ഒരു കുട്ടിയുടെ ബാലക രൂപത്തിൽ പമ്പാ നദിയുടെ തീരത്ത് ജനിക്കുകയും ആ പമ്പാ നദിയുടെ തീരത്ത് നിന്നും സാക്ഷാൽ പാണ്ഡ്യ രാജാവായ വീരപാണ്ഡ്യൻ എന്ന് പറയുന്ന രാജാവിനാണ് ഈ കുട്ടിയെ കിട്ടുന്നത്. നമ്മളെല്ലാം പഠിച്ചതും മനസ്സിലാക്കിയതും പന്തള രാജാവിന് എന്നുള്ളതാണ്. അത് തെറ്റാണ്. പന്തള രാജാവ് ഈ മണികണ്ഠന്റെയും മഹിഷിയുടെയും കാലഘട്ടത്തിൽ ഇല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അടുത്ത ഭാഗം പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
ഇത് കൃത്യമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. 37 വർഷം ശബരിമലക്ക് പോയത്, 20 വർഷവും കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും കാൽനടയായിട്ട് സന്നിധാനത്തിൽ പോയതാണ്. ശബരിമലയെക്കുറിച്ച് 320 പേജുള്ള ശബരിമല സർവസ്വം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഈ ഗ്രന്ഥം വെച്ചുകൊണ്ടാണ് കേരളത്തിന് വെളിയിലുമൊക്കെ ആയിട്ട് ശബരിമല അല്ലെങ്കിൽ അയ്യപ്പ മഹാസത്രം എന്ന് പറയുന്ന യജ്ഞം നടത്തുന്നത് ഞാൻ തന്നെയാണ്. നിരവധി ഇപ്പോൾ ബോംബെയിലായാലും എറണാകുളത്തായാലും മറ്റു പല സ്ഥലങ്ങളിലും കണ്ണൂരും നിരവധി സ്ഥലങ്ങളിൽ അയ്യപ്പ മഹാസത്രം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സത്രമൊക്കെ നടത്തിയത് ഈ ഒരു ഗ്രന്ഥമാണ് അതിനെ ആധാരമാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ കഥകളൊക്കെ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഈ കഥകൾ മാത്രമല്ല, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ മാലയിട്ട വ്യക്തി ചെയ്യേണ്ട കർമ്മങ്ങളും എല്ലാം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വലിയൊരു ഗ്രന്ഥമാണ്, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മണികണ്ഠകുമാരനെ പാണ്ഡ്യരാജാവിനാണ് കിട്ടുന്നത്. പാണ്ഡ്യരാജ്യവുമായി ബന്ധമുണ്ടാകുന്നത്, ശബരിമലയ്ക്ക് പാണ്ഡ്യരാജ്യവുമായിട്ട് ബന്ധം ഉണ്ടാകുന്നത് ഈ ഒരു കാരണത്താലാണ്. പാണ്ഡ്യരാജാവ് ശ്രീ ധർമ്മശാസ്താവിന്റെ നല്ലൊരു ഭക്തനായിരുന്നു. ആ ശാസ്താവിനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തി അതിലൂടെ കിട്ടിയ പുത്രനാണ് ഈ മണികണ്ഠകുമാരൻ. അപ്പൊ ഈ മണികണ്ഠകുമാരനെ കൊണ്ടുപോയി വളർത്തിയത് പാണ്ഡ്യരാജ്യത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പന്തള രാജ്യം അന്നില്ല. ആ മണികണ്ഠകുമാരനും 12ാമത്തെ വയസ്സിൽ മഹിഷിയെ നിഗ്രഹിച്ചു. അതിനുശേഷമാണ് ഈ പാണ്ഡ്യരാജാവിനോട് ഈ പറയുന്ന മണികണ്ഠകുമാരൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ മണികണ്ഠകുമാരൻ യുവരാജാവായി വാഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പറയുന്നു, എൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി, ഇനി എനിക്ക് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ പാണ്ഡ്യരാജാവ് പറയുകയാണ്, അങ്ങ് ഉള്ള കാലത്ത് ഞാനും എൻ്റെ രാജ്യവും ഒക്കെ വളരെ സന്തോഷകരമായിരുന്നു. അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം എൻ്റെ രാജ്യത്ത് ഉണ്ടാകണം, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എൻ്റെ രാജ്യം എപ്പോഴും ധന്യമാകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അവസരത്തിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, എന്നെ എവിടെ നിന്നാണോ അങ്ങേക്ക് കിട്ടിയത് ആ സ്ഥലത്തേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാമെന്ന് പറയുകയും തൊട്ടടുത്ത ദിവസം ആ പറയുന്ന പമ്പാ നദിയുടെ തീരത്ത് ഇന്ന് കാണുന്ന വലിയാനവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഈ പറയുന്ന പാണ്ഡ്യരാജാവും ഈ പറയുന്ന മണികണ്ഠകുമാരനും നടക്കുന്ന ചില സംഭാഷണങ്ങളുണ്ട്. പാണ്ഡ്യരാജാവിന് മണികണ്ഠകുമാരൻ കൊടുക്കുന്ന ശ്രേഷ്ഠമായ വലിയൊരു ഉപദേശമുണ്ട്. അതിനെയാണ് ശ്രീ ഭൂതനാഥ ഗീത എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഈ മണികണ്ഠകുമാരൻ എന്നിട്ട് പറയുന്നത് വെച്ചാൽ, അങ്ങയുടെ ആഗ്രഹപ്രകാരം ഞാൻ അങ്ങയുടെ രാജ്യത്ത് വസിക്കാം, അതിന് പറ്റിയ ഒരു സ്ഥാനം ഞാൻ കാണിച്ചു തരാം. ആ സ്ഥലത്തിനടുത്തായി എനിക്കൊരു ആലയം പണിയണം എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനടുത്തായി ആലയം പണിയണം എന്ന് പറഞ്ഞ് ആ പമ്പാ നദിയുടെ തീരത്ത് നിന്നും അദ്ദേഹം തൊടുത്തുവിട്ട ഒരു അസ്ത്രം ചെന്ന് തറച്ചതിൻ്റെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അത് ശാസ്താവിൻ്റെ ഡയറക്റ്റ് അവതാരമായതുകൊണ്ട് ആ ശാസ്താവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ക്ഷേത്രം പണിതതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ അസ്ത്രം ചെന്ന് തറച്ച ആ സ്ഥലത്തിനടുത്തായിട്ട് ഒരു ആരാധനാലയം ഉണ്ടാക്കി. ആ ആരാധനാലയം ഉണ്ടാക്കിയതിനു ശേഷം അവിടുത്തെ ബിംബത്തിലേക്ക് ഈ മണികണ്ഠകുമാരൻ പൂർണ്ണമായും ലയിച്ചു ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അയ്യപ്പൻ ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. അയ്യപ്പൻ ആരാണെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, ഈ ക്ഷേത്രം, ഈ മണികണ്ഠകുമാരൻ്റെ ക്ഷേത്രം പിന്നീട് കാട്ടുകൊള്ളക്കാരനായ ഉദയനൻ തകർക്കുന്നുണ്ട്. പൂർണ്ണമായി അടിച്ച് പൊളിച്ച് തകർക്കുന്നുണ്ട്. ബിംബങ്ങളൊക്കെ അവിടുത്തെ പൂജാരിയായിട്ട് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെ അടക്കം കൊന്നുകളയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായി നശിച്ച ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിനായിട്ടാണ് സാക്ഷാൽ ശാസ്താവ് വീണ്ടും ഒരു അവതാരമെടുക്കുന്നത് അയ്യപ്പൻ്റെ രൂപത്തിൽ. അപ്പോൾ ഈ അയ്യപ്പൻ്റെ രൂപത്തിൽ അവതാരമെടുക്കുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞത് മണികണ്ഠൻ ജനിച്ചത് പന്തള രാജ്യത്താണ്, പന്തള രാജകുമാരനായിട്ടാണ് നിൽക്കല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടതറിയോ, പന്തള രാജ്യം എന്ന് പറയുന്നത് കൂടുതൽ കാലമൊന്നും ആയിട്ടില്ല. കൃത്യമായി ചരിത്ര രേഖകളിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലവർഷം 377 പാണ്ഡ്യരാജ്യത്തിന്റെ ഒരു താവഴിയായി വന്നിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ കോന്നിയിൽ നിന്നും ഈ പറയുന്ന സ്ഥലത്തേക്ക് വന്ന് അവിടെയുള്ള കൈപ്പുഴ കുഞ്ചുണ്ണി തമ്പാൻ എന്ന് പറയുന്ന വ്യക്തിയോട്, ഒരു ഇടപ്രഭുവിനടുത്ത് നിന്ന് ഈ വഞ്ചി നാട്ടിലെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം പണം കൊടുത്ത്
അച്ഛൻ കോവിലാറിൻ്റെ തീരത്തുള്ള ഒരു ഭൂപ്രദേശം വില കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് എഴുതി വെച്ച രേഖകളുണ്ട്, കൊല്ലവർഷം 377 എന്ന് വെച്ചാൽ ഇന്നത്തെ ഇത് പ്രകാരം 821 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ പറയുന്ന പാണ്ഡ്യരാജാവിൻ കോന്നിയിൽ നിന്നും നേരെ പന്തളത്ത് വന്ന് സ്ഥലം വാങ്ങിച്ചിട്ട് എന്നർത്ഥം. അപ്പോൾ 821 വർഷമായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അവിടെ പിന്നെ കോവിലകം പണിത് അവിടെ താമസം തുടങ്ങി ഈ ലെവലിലായിട്ടുള്ള അയ്യപ്പൻ്റെ കഥ നടക്കുന്നത് ഏകദേശം 800 വർഷം മാത്രം. അയ്യപ്പൻ്റെ ചരിത്രം. ആ അയ്യപ്പൻ ജനിക്കുന്നത് കൃത്യമായി ദേവസ്വം വകുപ്പിൻ്റെ പുസ്തകത്തിലും അതുപോലെ മറ്റു നിരവധി ഗ്രന്ഥങ്ങളിലും കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചരിത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പുരാണമല്ല, ഇതിഹാസമല്ല, കേവലം ചരിത്രം മാത്രമാണ്. 800 വർഷത്തിന് ഇപ്പുറം നടന്ന സംഭവമായതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ശബരിമല ക്ഷേത്രത്തിൽ മുമ്പ് ഈ കൊള്ളക്കാരാൽ കൊല്ലപ്പെട്ട സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മകനായിട്ടുള്ള ജയന്തൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് പന്തളത്തെ രാജാവായ രാജശേഖരന്റെ സഹോദരിയായിട്ടുള്ള മായാദേവിയിലുണ്ടായ പുത്രനാണ് അയ്യപ്പൻ എന്നാണ് പറയുന്നത്. ആ മായാദേവിയെ ഈ ഉദയനൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരൻ തട്ടിക്കൊണ്ടു പോവുകയും ആ കൊണ്ടുപോയ മായാദേവിയെ രക്ഷിക്കുന്നത് ഈ ജയന്തനായിരുന്നു. പിന്നീട് അവർ കൂടുതൽ കാലവും ഒളിവിലായിരുന്നു കഴിഞ്ഞത്. ആ ഒളിവിൽ കഴിഞ്ഞ സ്ഥലമാണ് പൊന്നമ്പലമേട് എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ ഗുഹയിൽ വനവാസികളുടെ സംരക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം കഴിഞ്ഞത്. അവിടെ വെച്ചാണ് മായാദേവി ഗർഭിണിയാവുകയും ആ പൊന്നമ്പലമേട്ടിൽ വെച്ചിട്ട് ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തത്. ആ ജന്മം നൽകിയ സ്ഥലമാണ് പൊന്നമ്പലമേടെന്നും ആ സ്ഥലത്ത് വനവാസികളാൽ നിർമ്മിക്കപ്പെട്ട വനവാസികളുടെ ആഗ്രഹപ്രകാരം സാക്ഷാൽ പരശുരാമന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു ക്ഷേത്രം പണിതെന്നും ആ ക്ഷേത്രമാണ് കാന്തമല എന്നും പിന്നീട് മറവപ്പട ആ ക്ഷേത്രവും തകർത്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. ആർക്ക്? അയ്യപ്പന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കിയ ക്ഷേത്രം, കാന്തമലയിലുള്ള ആ ക്ഷേത്രം തകർത്തതായിട്ട് പൊന്നമ്പലമേട്ടിൽ. എന്നാൽ ഈ അയ്യപ്പൻ ജനിച്ച ആ സമയത്ത് അവിടുത്തെ വനവാസികളാണ് ആ മായാദേവിയെയും ജയന്തനെയും ഈ അയ്യപ്പനെയും പരിരക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തത്. അയ്യപ്പൻ വളർന്നതും ഈ പറയുന്ന വനവാസികൾക്കിടയിലായിരുന്നു. അവരുടെ കൂട്ടത്തിൽ അവരുടെ സഹോദരനെ പോലെ തന്നെ അവിടെ വളർന്ന് അവർക്കെല്ലാം ആനന്ദം നൽകി എന്നാണ് പറയുന്നത്. പിന്നീടാണ് യുവാവായതിനു ശേഷമാണ് ഈ പറയുന്ന അയ്യപ്പൻ പന്തള കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നതും പിന്നീട് അവിടെ താമസമാക്കുന്നതും. എന്ന് വെച്ചാൽ തൻ്റെ ചെറുപ്രായം മുഴുവൻ തന്നെ വനവാസികൾക്കൊപ്പമായിരുന്നു എന്ന് വേണം. ഈ അയ്യപ്പൻ എന്നുള്ള പേര് നൽകിയതും ഈ പറയുന്ന മായാദേവിയുടെ മടിയിൽ നിന്നും ആ കുട്ടിയെ വാങ്ങിച്ച് ആ കുട്ടിക്ക് പേര് നൽകിയതും കരിമല മൂപ്പനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പല രേഖകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. ഈ അയ്യപ്പൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശബരിമലയിലുള്ള ക്ഷേത്രം വീണ്ടും പുനരുദ്ധരിക്കുന്നതിനായിട്ട് ഉദയനൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരനെ കൊന്നുകളയുന്നത്. അന്ന് ഈ അയ്യപ്പനെ സഹായിക്കാൻ വേണ്ടി വന്ന അയ്യപ്പൻ്റെ ഈ പറയുന്ന ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഭൂതഗണങ്ങൾ ഭൂമിയിൽ പല പേരിലും അവതാരമെടുത്തിട്ടുണ്ടായിരുന്നു. ഭൂതഗണങ്ങൾ നിരവധിയുണ്ട്. അസ്ത്രഭൈരവനുണ്ട്, ഗണ്ഡാകർണനുണ്ട്, കടൂരവനുണ്ട്, കൂപനേത്രനുണ്ട്, കടുശബ്ദനുണ്ട്, വാപുരനുണ്ട്. ഇവരൊക്കെ തന്നെ ഭൂമിയിൽ ഇതേപോലെ തന്നെ കേരളത്തിലെ സഹ്യാദ്രിയുടെ ചെരുവിലായിട്ട് പലരുടെയും കുടുംബത്തിൽ പല പേരിലായിട്ട് അവതാരമെടുത്തുന്നു. അതിൽ ഇപ്പോഴവിടെ വാപുരനും കടൂരവനും കടുശബ്ദനും, കടൂരവൻ എന്ന് പറഞ്ഞാൽ കടുത്ത, വലിയ കടുത്ത, കൊച്ചു കടുത്ത എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ആ ഭൂതഗണങ്ങളാണ്. അപ്പോൾ അവരൊക്കെ അവിടെ അവതാരമെടുത്തിട്ട് വന്നതാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ 3 പേരും 3 കാലഘട്ടത്തിലുണ്ടായതാണ് എന്ന് മനസ്സിലാക്കി. ഇനി പറയുന്നത് വെച്ചാൽ 4ാമത്തെ ഒരു കഥാപാത്രമാണ്. അതാണ് ആര്യൻ കേരളൻ എന്ന് പറയുന്നത്. ആര്യൻ കേരളന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 350 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ആര്യൻ കേരളനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ പന്തള രാജാവിൻ്റെ സഹോദരിയുടെ പുത്രനാണ് ആര്യൻ കേരളൻ. മരുമക്കത്തായ രീതിയിൽ വരുവാണെങ്കിൽ ഈ സഹോദരിയുടെ പുത്രൻ. അപ്പോൾ ഈ സഹോദരിക്ക് വനവാസികളായിട്ടുള്ള അന്നത്തെ കരിമല മൂപ്പൻ്റെ മകനുമായി കണ്ടൻ എന്ന് പറയുന്ന ആളുമായി പ്രണയത്തിലായെന്നും ആ പ്രണയത്തിലായിട്ട് അവർ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയെന്നും അതിനുശേഷം വനത്തിലുണ്ടായ ഒരു കുട്ടിയാണ് ഈ ആര്യൻ കേരളനെന്നും പിന്നീട് അവർ അമ്മയെയും എല്ലാവരും സ്വീകരിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നെന്നും അതിനുശേഷം ഈ ആര്യൻ കേരളൻ അവിടെ യുവരാജാവായി വിളങ്ങി നിന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ആര്യൻ കേരളൻ ചെറുപ്രായത്തിൽ തന്നെ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഈ ആര്യൻ കേരളനാണ് യഥാർത്ഥത്തിൽ ചീരപ്പൻ ചില കളരിയിലെ ആയുധവിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോകുന്നത്. ഇതേ ആര്യൻ കേരളനാണ്
അർത്തുങ്കൽ പള്ളിയിലെ വെളുത്തയുമായി സൗഹാർദ്ദത്തിലായി എന്ന് പറയുന്നത് അയ്യപ്പനല്ല, മണികണ്ഠനല്ല, ശാസ്താവല്ല. എന്നാൽ ഈ അർത്തുങ്കൽ പള്ളിയിലുള്ള വെളുത്തയുടെ കാലഘട്ടം എന്ന് പറയുന്നത് കേവലം 350 വർഷമേ ആയിട്ടുള്ളൂ എന്ന് അവിടുത്തെ അർത്തുങ്കൽ പള്ളിയിലെ ചരിത്ര രേഖകളിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ 350 വർഷം പഴക്കം എന്തായാലും അയ്യപ്പനോ ശാസ്താവിനോ മണികണ്ഠനോ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് തീരുമാനിക്കാം. ഈ അർത്തുങ്കൽ പള്ളിയിലെ വെളുത്തയും ഈ പറയുന്ന ആര്യം കേരളനും ഒന്നിച്ചാണ് ഈ ചീരപ്പഞ്ചിറ കളരിയിൽ പോയി വിദ്യ അഭ്യസിച്ചതെന്നും കൂടി പറയുന്നു. അല്ലെങ്കിൽ ആ വെളുത്തയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ പോയതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് 350 വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ ആര്യം കേരളനാണ് ആ ചീരപ്പഞ്ചിറയിലുള്ള കളരിയിലുള്ള ആശാന്റെ മകളുമായി പ്രണയത്തിലായത് എന്നുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചരിത്രം. അപ്പോൾ ഇതെല്ലാം ഒത്തൊരുമിച്ചിട്ട് എല്ലാം ശാസ്താവാണ്, എല്ലാം അയ്യപ്പനാണ്, എല്ലാം മണികണ്ഠനാണ്, ഇതെല്ലാം ഒന്നാണ് എന്നുള്ള ചിന്തയാണ് നമ്മൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളത് എൻ്റെ ശബരിമല സർവസ്വത്തിൽ ഞാൻ വിവരിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മറ്റ് നിരവധി പുസ്തകങ്ങളിലും ഈ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നമ്മുടെ ഒരു പുസ്തകം നമ്മൾ അവിടുത്തെ ഈ പൂഞ്ഞാർ രാജവംശത്തിലെ രാജരാജവർമ്മ എഴുതിയ പുസ്തകത്തിലടക്കം ഇത്തരത്തിൽ അയ്യപ്പൻ്റെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്നല്ല എന്ന വിധത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യ വിധാനത്തിരിക്കെ നമ്മളാരും തെറ്റിദ്ധരിക്കപ്പെടരുത്. പലർക്കും ഈ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം കൊണ്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇത് രസിക്കണമെന്നില്ല. നിങ്ങൾക്ക് രസിച്ചാലും ഇല്ലെങ്കിലും പറയാനുള്ളത് തുറന്നു പറയണമല്ലോ. അപ്പോൾ ഹരിയും ഹരനും ക്രീഡിച്ച ആ ശാസ്താവ് എങ്ങനെയാണ് ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ പന്തള രാജ്യത്ത് എത്തുക എന്ന് ചിലർ ചിന്തിക്കും. കാരണം പന്തള രാജ്യത്തിൻ്റെ ചരിത്ര രേഖകളിൽ കൊല്ലവർഷം 377 അവരവിടെ വന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ കൊല്ലവർഷം 377 ഹരിയും ഹരനും ക്രീഡിച്ച് അതിൽ പുത്രനായിട്ടുള്ള ശാസ്താവ് ഉണ്ടായിട്ട് ആ മഹിഷിയെ കൊല്ലുന്നത് എന്ന് മനസ്സിലാക്കണം. മഹിഷിയെ ഈ പറയുന്ന കൊല്ലവർഷം 377 അയ്യപ്പൻ വന്നതിന് ശേഷമാണ് ഇത് ചെയ്തതെങ്കിൽ അന്ന് വഞ്ചിനാട് എന്ന് പറയുന്ന പ്രബലമായൊരു രാജ്യമുണ്ട്. അവരാരും തന്നെ മഹിഷിയുടെ ശല്യത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, അവരതിനെ യുദ്ധം ചെയ്യാനും പോയിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ആ സമയത്ത് മഹിഷിയുടേതല്ല, ഉദയനൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരനതാണ് ചരിത്രം എന്ന് മനസ്സിലാക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എഴുതിയേക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എല്ലാം നല്ലതാവണമെന്നില്ല. നിങ്ങളുടെ 100% എന്ത് അഭിപ്രായം ഉണ്ടെന്ന് നിങ്ങൾക്ക് തുറന്നു എഴുതിക്കൊള്ളൂ. അതിലൊന്നും യാതൊരു പരിഭവവും ഇല്ല. കാരണം ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയൊരു മുതൽക്കൂട്ടാണെന്ന് മാത്രം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.